ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു. നല്ലത് വരട്ടെ എല്ലാവർക്കും. ഇന്ന് 15-ാം ദിവസം ആരണ്യകാണ്ഡത്തിലെ ശൂർപ്പണഖ വിലാപം, രാവണ മാരീച സംവാദം, മാരീച നിഗ്രഹം, സീതാപഹരണം, സീതാന്വേഷണം, ഇത്രയും ഭാഗങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഖരദൂഷണ ത്രിശിരാക്കൾ, അതുപോലെ അവരോടൊപ്പം ഉണ്ടായിരുന്ന 14,000 രാക്ഷസന്മാരെയും ഈ രാമനൊറ്റയ്ക്ക് അമ്പെയ്ത് വധിച്ച് ആ സന്തോഷവാർത്ത മുനിമാരറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഈ സീതാദേവിക്കും ശ്രീരാമലക്ഷ്മണന്മാർക്കും ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഈ രാവണൻ മുതലായ രാക്ഷസന്മാരുടെ മായാലീലകൾ കൊണ്ട് ആ മായകൾ തട്ടാതിരിക്കാനായി, അവർക്ക് ദോഷമൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് രാമൻ്റെ കൈവിരലിൽ അണിയാനായിട്ടൊരു അങ്കുലീയവും, ലക്ഷ്മണന് ഒരു കവചമെന്ന് പറഞ്ഞാൽ പടച്ചട്ട, അതുപോലെ സീതാദേവിക്കായി ഒരു ചൂടാരത്നവും നിർമ്മിച്ച് സമ്മാനിക്കുകയാണ്. അവർ 3 പേരും അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ധരിക്കുന്നു. ഈ ശൂർപ്പണഖ പിന്നീട് നേരെ ചെല്ലുന്നത് രാവണ സവിധത്തിലേക്കാണ്. ആ രാവണൻ്റെ മുമ്പിൽ ചെന്ന് ഈ മൂക്കിൽ നിന്നും മുലകളിൽ നിന്നും ചെവികളിൽ നിന്നും ചോര ഒഴുക്കിക്കൊണ്ട് ചെന്ന ആ രൂപം, ആ ഭയാനക രൂപം കണ്ടിട്ട്, അതുപോലെ തന്നെ ദയനീയവുമാണ് അല്ലേ, രാവണൻ്റെ സഹോദരിയല്ലേ, അതുകൊണ്ട് ദയനീയമാണ്. അപ്പോൾ രാവണൻ ചോദിക്കുകയാണ്, ആരാണ് സോദരി നിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം? ശക്രനോ, കൃതാന്തനോ, കുബേരനോ, അതോ പാശിയോ എന്ന് ചോദിക്കുകയാണ്. ശക്രൻ ഇന്ദ്രൻ, കൃതാന്തൻ യമൻ, വരുണൻ പാശി. അപ്പോൾ അവരാരാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും അവനെ വധിക്കുന്നുണ്ട് എന്ന് വാക്കുകൊടുക്കുകയാണ്. ശൂർപ്പണഖ വേഗം അതിനുത്തരമായിട്ട് പറയുന്നത്, എത്രയും മൂഢനാണ് ഭവാൻ, ഈ സ്ത്രീജിതനായി എപ്പോഴും മധുരയും സേവിച്ച്, മധുര, മധു, മധുരാക്ഷി എന്നിങ്ങനെ ഒന്നും അറിയാതെ ഇരിക്കുന്നു. നിന്നെ രാജാവെന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. വെറുതെയാണ്. രാജധർമ്മം എന്താണെന്ന് നിനക്കറിയുമോ? രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് നിനക്കറിയുമോ? നീ എപ്പോഴും ഇങ്ങനെ സ്ത്രീകളോടൊത്ത് രമിച്ചു കഴിഞ്ഞു. നീ കേട്ടില്ലായിരുന്നു ആ ഖരദൂഷണ ത്രിശിരാക്കൾ 14,000 പടയോടുകൂടി കാലപുരി പ്രാപിച്ചത്? അതും പ്രഹരാർദ്ധേന എന്ന് പറഞ്ഞാൽ അർദ്ധപ്രഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.25 നാഴികയാണ്. നമുക്കറിയാം 60 നാഴികയാണ് ഒരു ദിവസം. അപ്പോൾ ഈ 3.25, അതുപോലെ 60 നാഴിക 24 മണിക്കൂർ, 3.25 നാഴിക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. ഈ രാമൻ അവരെയെല്ലാം അമ്പെയ്ത് കൊന്നു. ഇത് കേട്ടിട്ട് രാവണൻ ചോദിക്കുകയാണ്, എന്നോട് നീ രാമൻ ആരാണെന്ന് ആദ്യം പറയുക, പിന്നീട് കൊന്നൊടുക്കാനുള്ള കാരണം പറയുക. അതറിഞ്ഞതിന് ശേഷം അവനെ ഞാൻ കാലപുരിക്ക് അയക്കാം എന്ന് പറയുന്നു. രാവണൻ കുറച്ച് നീതിജ്ഞനാണ്. അതുകൊണ്ടാണ് ഒരാളെ വധിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ശൂർപ്പണഖ അതിനുത്തരമായിട്ട്, രാക്ഷസരാജ കേട്ടാലും ഞാനിങ്ങനെ ഗൗതമി നദിയുടെ തീരത്തുകൂടി നടന്ന് പഞ്ചവടിയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ആശ്രമത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അവൾ ഇന്ദിരാദേവിയെക്കാളും, ഇന്ദ്രാണിയെക്കാളും, വാണിമാതാവിനേക്കാളും, ഗൗരിയേക്കാളും സുന്ദരിയാണ്. മറ്റുള്ള ദേവസ്ത്രീകളും അപ്സരസുകളും ഒന്നും ഇവൾക്ക് മുമ്പിൽ ഒന്നുമല്ല. അവളെ കണ്ടാൽ ആരും മോഹിച്ചു പോവും. അതുകൊണ്ട് ആ രാക്ഷസരാജാവായ നിനക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഈ ദുർഗതി വന്നത്. ആ ശൂർപ്പണഖ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് അങ്ങനെ രാവണനെ ധരിപ്പിച്ചു. സുന്ദരിയായ ആ ജാനകി നിന്റെ ഭാര്യയായാൽ ജന്മസാഫല്യം വരുമെന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ആദ്യം ഞാൻ ഖരനോടാണ് വിവരം പറഞ്ഞത്. ഖരൻ എന്നോടൊപ്പം അയച്ച് 14 പേരെയും അവൻ അരനിമിഷം കൊണ്ട് വധിച്ചു. ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും അവരോടൊപ്പം പോയ 14,000 പടയെയും ആ 3.25 നാഴിക കൊണ്ടും കാലപുരിക്ക് അയച്ചു. നേരെ പോയാൽ ആ രാമനെ എതിർത്ത് ജയിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതിനാൽ എന്തെങ്കിലും മായാവിദ്യ പ്രയോഗിച്ച് അവളെ കൊണ്ടിങ്ങ് പോരുന്നതാണ് ഉചിതമെന്ന് ശൂർപ്പണഖ രാവണനെ ഉപദേശിക്കുകയാണ്. ഈ രാവണൻ ശൂർപ്പണഖയെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. രാത്രിയിൽ രാവണന് ഉറക്കമേ വന്നില്ല. ഇതെത്രയും ആശ്ചര്യകരമായിരിക്കുന്നുവല്ലോ. കേവലം ഒരു മനുഷ്യൻ, അതും 3.25 നാഴിക കൊണ്ട് ഖരദൂഷണ ത്രിശിരാക്കൾ, അവരാണെങ്കിൽ യുദ്ധനിപുണരാണ്, അതോടൊപ്പം 14,000 രാക്ഷസന്മാരെയും ഇങ്ങനെ വധിക്കുക, അതും ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക്.
അതിന് സാധ്യതയേ ഇല്ല എന്ന് വിചാരിക്കുകയാണ് രാവണൻ. ആ രാമൻ ഭക്തവത്സലനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു, ആ മുക്തിദായകനായ ആ പരമാത്മാവ്, ആ മുകുന്ദൻ, മുക്തിപ്രിയൻ, വിധാതാവ് മുമ്പ് പ്രാർത്ഥിച്ചതനുസരിച്ച് ഭൂതലത്തിൽ രഘുവംശത്തിൽ മനുഷ്യജന്മത്തിൽ വന്ന് ജനിച്ചിട്ട് എന്നെ വധിക്കാനായി വന്നതാണെങ്കിലോ എന്ന് രാവണൻ സംശയിക്കുകയാണ്. അങ്ങനെ വന്നതാണെങ്കിൽ എനിക്ക് വൈകുണ്ഠരാജ്യത്തിൽ ചെന്ന് ചേരാം, ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ചെന്ന് പ്രാപിക്കാം, ആ മോക്ഷം പ്രാപിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നും രാക്ഷസ രാജ്യം ഭരിച്ച് ഇതുപോലെ സുഖമായിട്ട് വാഴാം. എന്ത് വിചാരിച്ചാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മര്യാദാ പുരുഷോത്തമനായ രാമനോട് യുദ്ധം ചെയ്യാൻ ഞാൻ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. രാവണൻ രാക്ഷസനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നീതിജ്ഞനാണ്, തത്വജ്ഞനാണ്, ആ തത്വജ്ഞാനം അറിയുന്നവനാണ്. അതിനാൽ പൂർവ്വവൃത്താന്തങ്ങളെല്ലാം ഓർത്തെടുത്ത് ഇങ്ങനെ വിചാരിക്കുകയാണ്, എനിക്ക് മുക്തി ലഭിക്കുമല്ലോ ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിച്ചാൽ എന്ന്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. ആ ഭഗവാന്റെ കൈകളാൽ എന്ന് സമാധാനിച്ച് ഇരിക്കുകയാണ് രാവണൻ. ഇനി അത് കഴിഞ്ഞിട്ട് രാവണൻ വിചാരിക്കുകയാണ്, ഞാൻ ഭക്തനായിട്ട് ചെന്നാൽ എന്നിൽ പ്രസാദിക്കില്ല, അതുകൊണ്ട് വൈരാഗ്യ ബുദ്ധിയോടെ, വിദ്വേഷ ബുദ്ധിയോടെ രാമനെ സമീപിക്കാം എന്ന് തീരുമാനിക്കുന്നു. പിന്നീട് ഉറങ്ങുന്നു. പിറ്റേ ദിവസം അതിരാവിലെ ഇവിടെ രാവണ മാരീച സംവാദം എന്ന ഭാഗം ആരംഭിക്കുകയാണ്. പിറ്റേ ദിവസം അതിരാവിലെ ചെന്ന് ഉറക്കമുണർന്നെഴുന്നേറ്റ് തേര് തെളിച്ച് മാരീചൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മാരീചൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. രാവിലെ തന്നെ ഈ ബാലകാണ്ഡത്തിൽ നമ്മൾ ഈ മാരീചനെ കാണുന്നുണ്ട്. വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ദശരഥൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ബാലകന്മാരെ വിളിച്ചു കൊണ്ടുപോകുന്ന വിശ്വാമിത്രൻ ആ കാട്ടിലൂടെ നടക്കുമ്പോൾ താടകയെ വധിച്ചതിന് ശേഷം പിന്നീട് വധിക്കുന്നത് ഈ മാരീചനെയാണ്. മാരീചൻ എന്നും സുബാഹു എന്നും പേരുള്ള 2 രാക്ഷസന്മാർ ഇവരുടെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ സുബാഹുവിനെ ബാണം ഏത് വധിക്കുന്നു. മാരീചൻ ബാണം വരുന്നത് കണ്ട് ഓടി മാരീചനെ ഈ ബാണം തുരത്തി ഓടിക്കുകയാണ്. എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം പിന്തുടർന്ന് ചെല്ലുന്നതും അവസാനം രക്ഷയില്ലാതെ രാമനെ തന്നെ ശരണം പ്രാപിച്ച് രാമൻ അഭയം കൊടുത്ത് രാമഭക്തനായി മാറുന്ന ആ മാരീചൻ തന്നെയാണ് ഈ മാരീചൻ. ഈ മാരീചൻ രാവണൻ്റെ ഒരു ബന്ധുവാണ്. അങ്ങനെ ഈ മാരീചൻ്റെ ആശ്രമത്തിലേക്ക് ഇപ്പോൾ രാവണൻ വന്നിരിക്കുകയാണ്. രാവണൻ കാണുന്നത് ഈ താപസവേഷം ധരിച്ച് രാമനാമം ജപിച്ച് സമാധി പൂണ്ടിരിക്കുന്ന ഒരു സന്യാസിയാണ്. അപ്പോൾ ഇങ്ങനെ ലൗകികനായ ലോകോപദ്രവകാരിയാണല്ലോ നമ്മുടെ രാവണൻ. ഈ രാവണനെ കണ്ട് സംഭ്രമത്തോടു കൂടി വേഗം മാരീചൻ എഴുന്നേറ്റ് നിന്ന് സൽക്കരിക്കുകയാണ്. മാരീചൻ ഇങ്ങനെ എന്തിനാണ് വന്നതെന്ന് തിരക്കുകയാണ്. എന്തെങ്കിലും ഗൗരവമേറിയ കാര്യത്തിനല്ലാതെ ലങ്കേശ്വരൻ ഇങ്ങോട്ട് വന്ന് തന്നെ കാണില്ലെന്ന് മാരീചന് തോന്നി. ആ പാപമല്ലാത്ത എന്തും ഞാൻ ചെയ്തു തരാം എന്ന് വാക്ക് കൊടുക്കുകയാണ്. പാപമല്ലാത്ത എന്ത് കാര്യമാണെങ്കിലും രാവണൻ വന്നത് എന്തെങ്കിലും ഇതുപോലുള്ള കാര്യത്തിനായിരിക്കുമെന്ന് മാരീചൻ ഊഹമുണ്ടെന്നേരം. ഈ രാവണൻ ശൂർപ്പണഖ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ വിവരവും മാരീചനോട് പറഞ്ഞു കേൾപ്പിച്ചു. അതിനുശേഷം പറയുകയാണ്, എനിക്ക് ആ ജാനകിയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുവരണം. അതിന് നീ ഒരു സ്വർണ്ണമാനായി ചെന്നിട്ട് അവളെ മോഹിപ്പിച്ച് രാമനിൽ നിന്നും ലക്ഷ്മണനിൽ നിന്നും ദൂരത്താക്കണം. ആ സമയം ഞാൻ അവളെ കൊണ്ടുപോന്നു കൊള്ളാം. നീ എന്നെ സഹായിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഇംഗിതം സഫലമാകും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് എന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. രാവണൻ്റെ വാക്കുകൾ കേട്ട് ഭയത്തോടെ മാരീചൻ പറയുകയാണ്, നിനക്ക് ആരാണ് ഈ ബുദ്ധി ഉപദേശിച്ചത്? അവൻ നിശ്ചയമായും നിന്റെ വംശനാശത്തിന് തന്നെ തക്കം പാർത്തിരിക്കുന്ന ശത്രുവാണ്. നിന്റെ നന്മയെ കരുതി ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. രാമനാകുന്നത് ശ്രീനാരായണനായ പരമാത്മാവാകുന്നു. ഞാൻ അതിൻ്റെ പരമാർത്ഥം അനുഭവിച്ചറിഞ്ഞതാണ്. അത് നീയും കേൾക്കണം. ആ ബ്രഹ്മാവിൻ്റെ നിയോഗപ്രകാരം നിന്നെ വധിക്കാനാണ് രാമൻ വന്നിരിക്കുന്നത്. ദേവന്മാർക്കും താപസന്മാർക്കും ഉപദ്രവകാരികളായ നമ്മുടെ ഈ രാക്ഷസ വംശത്തെ ഒടുക്കി രാജ്യത്തിന്, അതായത് രാജ്യത്ത് ധർമ്മം പരിപാലിക്കാനും ധർമ്മത്തെ രക്ഷിക്കാനും മംഗളം വരുത്തുവാനുമാണ് ശ്രീരാമനായി ആ പരമാത്മാവ്, ആ ഭക്തവത്സലൻ ഈ ജന്മമെടുത്തിരിക്കുന്നത് എന്നറിയുക. രാമൻ സാക്ഷാൽ ജഗന്നാഥനെന്ന് മനസ്സിലാക്കി സേവിച്ചു കൊള്ളുക. തിരിച്ചുപോയി പരമകാരുണികനായ മായാമാനുഷനെ സേവിച്ചു വാഴുക. അതാണ് നിനക്ക് നല്ലത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് രാവണന് അല്പസ്വല്പം കോപമൊക്കെ വന്നു. അങ്ങനെ കോപം വന്നെങ്കിലും മാരീചനോട് വീണ്ടും പറയുകയാണ്, അങ്ങനെ ഭവാൻ പറഞ്ഞത് സത്യം തന്നെ എന്നാണെങ്കിൽ പോലും എന്നെ കൊല്ലാനായിട്ടാണ് ഈ ഭഗവാൻ ശ്രീരാമനായിട്ട് ജനിച്ചതെങ്കിൽ അങ്ങനെയല്ലെന്ന് വരുത്താൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? അതാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കൂ. ഇനി നിന്റെ അജ്ഞാനം കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്.
എഴുന്നേൽക്ക്, സമയം കളയാതെ ഞാൻ പറഞ്ഞതനുസരിക്കുക. പൊന്മാനായി ചമഞ്ഞ് രാമനെയും ലക്ഷ്മണനെയും സീതയിൽ നിന്നും അകറ്റുക. ആ സമയം ഞാൻ ചെന്ന് സീതയെ കൊണ്ടുപോകുന്നു കൊള്ളാമെന്ന് വീണ്ടും രാവണൻ പറയുന്നു. അങ്ങനെ ചെയ്തിട്ട് നീ ഇവിടെ വന്ന് യഥാസുഖം വാണുകൊള്ളുക എന്ന് പറഞ്ഞു. ഇത് കേട്ട് മാരീചൻ ചിന്തിക്കുകയാണ്, ഈ രാവണൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ രാവണൻ കൊല്ലും. ഈ രാവണൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം ഭഗവാന്റെ കൈകൊണ്ട് മരിച്ച് സായുജ്യം അടയുന്നതല്ലേ, മോക്ഷം പ്രാപിക്കുന്നതല്ലേ എന്ന് ചിന്തിച്ച് ഏതായാലും രാമൻ്റെ കൈകൾ കൊണ്ട് തന്നെ മരിക്കുക എന്നത് ആണ് പുണ്യം, അതാണ് മുക്തിക്കും എളുപ്പം എന്ന് ചിന്തിച്ച് സന്തോഷത്തോടെ യാത്ര ചെയ്തിരിക്കുക തന്നെ എന്ന് വിചാരിച്ച് യാത്ര തിരിക്കുന്നു. ഇനി മാരീചൻ വേഗം പറയുകയാണ്, രാക്ഷസരാജ, ഭഗവാൻ എന്നെ പോകാനായി ആജ്ഞാപിച്ചാലും സാക്ഷാൽ ശ്രീരാമൻ എന്നെ രക്ഷിച്ചുകൊള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ച് യാത്ര പുറപ്പെടുകയാണ്. രാവണൻ ഇങ്ങനെ ജാനകിയെ വിചാരിച്ച് കാമപരവശനായി തേരിൽ കയറി ലങ്കയിലേക്ക് മടങ്ങുന്നു. ഈ മാരീചൻ ഓരോ കാര്യങ്ങൾ ഓർത്ത് പൊന്മാനായി ചമഞ്ഞ് അങ്ങനെ പഞ്ചവടി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. പഞ്ചവടിയുടെ സമീപത്ത്, ആശ്രമത്തിൻ്റെ സമീപത്ത് ചെന്ന് കഴിഞ്ഞ് സീതയുടെ ആ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സീത മാനിനെ കണ്ട് കൗതുകത്തോടെ നോക്കുമ്പോൾ ആ ഭഗവാൻ ഇത് മനസ്സിലാകുന്നു. അന്തര്യാമിയാണല്ലോ ഭഗവാൻ സീതയെ അടുത്ത് വിളിച്ച് വളരെ രഹസ്യമായി സ്വകാര്യമായി പറയുകയാണ്, ആ രാവണൻ നിന്നെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ വരും. നീ ഒരു കാര്യം ചെയ്യുക, സീതയെ പർണശാലയിൽ നിർത്തിയിട്ട് ധർമ്മരക്ഷാർത്ഥം ഈ രാവണവധം കഴിയുന്നത് വരെ അഗ്നിമണ്ഡലത്തിങ്കൽ വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞിരുന്നിടുക. ആ മഹാവിഷ്ണുമായ അപ്പോൾ തന്നെ സീതയെ പർണശാലയിൽ ഇരുത്തിയിട്ട് വന്യമണ്ഡലത്തിങ്കൽ മറയുന്നു. അതായത് അഗ്നിയിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ്. അഗ്നി ദേവതയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് സാരം. അത് കഴിഞ്ഞ് ഈ സത്യം ചെയ്ത് സീതയെ വീണ്ടെടുക്കുന്ന ഭാഗം വരുന്നുണ്ട്. അത് ഈ വന്യമണ്ഡലത്തിൽ നിന്ന്, അഗ്നിയിൽ നിന്ന് സീതയെ, ഒറിജിനൽ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അത് പിന്നീട് നമ്മൾ വായിക്കും. ഇനി അടുത്തത് മാരീച നിഗ്രഹമാണ്. ഈ മായാനിർമ്മിതമായ പൊന്മാനിൻ്റെ ആ ചേഷ്ടകളൊക്കെ കണ്ട് ആകൃഷ്ടയായ സീത ഭർത്താവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ രാമനെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ആര്യപുത്ര കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അത് രാമായണത്തിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭർത്താവേ കണ്ടില്ലയോ കനകമയ മൃഗം എത്രയും ചിത്രം എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭർത്താവേ, ആ കനകമയ മൃഗം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമയമായ, എത്ര മനോഹരമാണ് അതിനെ കാണാൻ, ഒട്ടും പേടിയില്ലല്ലോ അതിനെ, വിളിച്ചാൽ അടുത്തു വരുമെന്ന് തോന്നുന്നു, നല്ല ഇണക്കമുണ്ട്, അതിനെ കിട്ടിയാൽ നമുക്ക് ഇവിടെ കളിപ്പിക്കാമായിരുന്നു, വൈകിണ്ട, അതിനെ എനിക്ക് പിടിച്ചു തരൂ ആര്യപുത്ര ജഗത്പതേ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ് ശ്രീരാമൻ്റെ അടുത്ത്. അപ്പോൾ ആ മൈഥിലിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട്, ലക്ഷ്മണ നീ സീതയെ കാത്തുകൊള്ളണേ, അവൾക്കൊരു വിധത്തിലുമുള്ള ഭയവും ഉണ്ടാകാതെ നോക്കണം, ഈ കാനനം നിറയെ മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസന്മാരാണ്, അവരിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് അമ്പും വില്ലുമെടുത്ത് ഈ മാനിൻ്റെ പുറകെ പോവുകയാണ് ശ്രീരാമൻ. ഈ ശ്രീരാമൻ പൊന്മാനിന് പുറകെ ഇങ്ങനെ പോകുമ്പോൾ ശ്രീരാമൻ അടുത്തെത്തിയെന്ന് കണ്ടു കഴിയുമ്പോൾ പൊന്മാൻ ഓടും, വീണ്ടും അവിടെ നിൽക്കും. ശ്രീരാമൻ അടുത്തെത്തിയെന്നറിയുമ്പോൾ വീണ്ടും വേഗം കുതിച്ചോടും. ഇങ്ങനെ കുറച്ചു ദൂരം ഈ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീരാമൻ അവസാനം എന്ത് ചെയ്തെന്നറിയോ, ഒരു വില്ലും അമ്പും എടുത്തിട്ട് ഒരു ശരം അതിൻ്റെ നേരെ അങ്ങോട്ട് തൊടുത്തു. ആ ശരം കൊണ്ട് വീണ ഈ പൊന്മാനായ മാരീചൻ പ്രാണവേദനയോടെ കരയുന്നത് രാമൻ്റെ ശബ്ദത്തിലാണ്. ഇങ്ങനെയാണ്, അയ്യോ ലക്ഷ്മണ, അനുജ, എന്നെ രക്ഷിക്കണം, ഞാൻ മരിക്കാൻ പോവുകയാണ്, അയ്യോ വിധിബലം നോക്കണേ, പാഹിമാം ദയാനിധേ സഹോദര ലക്ഷ്മണ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഈ കരച്ചിൽ, ഈ ദീനവിലാപം സീതയും കേൾക്കുകയാണ്. സീതാദേവി വേഗം പെട്ടെന്ന് പറയുകയാണ്, സൗമിത്രേ നീ വേഗം ചെല്ലുക, നിൻ്റെ ജ്യേഷ്ഠൻ്റെ വിലാപം കേട്ടില്ലേ, ആ ഭവാൻ ദുഷ്ടന്മാരായ രാക്ഷസന്മാർ കൊല്ലുന്നതിന് മുമ്പേ ചെന്ന് രക്ഷിക്കൂ, വേഗം പോവോ, അല്ലെങ്കിൽ ഇപ്പോൾ രാക്ഷസന്മാർ കൊന്നു ഭക്ഷിക്കും, വേഗം പോവോ എന്ന് പറഞ്ഞ് ശ്രീരാമൻ്റെ അടുത്തേക്ക് പോകാൻ ലക്ഷ്മണനെ നിർബന്ധിക്കുകയാണ്. വേഗം ലക്ഷ്മണൻ പറഞ്ഞു, ആര്യദേവി ജ്യേഷ്ഠത്തി ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ, ഈ മാരീചനാണ് പൊന്മാനായി ഇവിടെ വന്നത്, അവനൊരു പഠിച്ച കള്ളനാണ്, ഇപ്രകാരം കരഞ്ഞത് അവൻ തന്നെയാണ്, വിവേകമില്ലാതെ ഞാനിവിടെ നിന്നും പോകുമ്പോൾ അവർക്ക് ദേവിയെയും കൊണ്ടുപോകാമല്ലോ, ആ രാവണൻ്റെ ഈ ഉപായങ്ങളാണിതെല്ലാം, രാവണനെ ജയിക്കാൻ, അതായത് രാവണനെ ജയിക്കാനല്ല രാഘവനെ ജയിക്കാൻ, അതായത് രാമനെ ജയിക്കാൻ ഈ ത്രിലോകത്തിൽ ആരും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കുക, ഈ രാവണൻ്റെ ഈ മായാവിദ്യകളെ ജയിക്കാൻ രാഘവന് കഴിയും,
തന്നെയുമല്ല, ഇപ്രകാരമുള്ള ആർത്തനാദമൊന്നും എൻ്റെ ജ്യേഷ്ഠൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ മുഖത്തു നിന്ന് ഒരിക്കലും പുറപ്പെടില്ല എന്നറിഞ്ഞാലും, ഇതെല്ലാം ഈ രാക്ഷസന്മാരുടെ മായയാണെന്നറിഞ്ഞാലും ദേവി, വിശ്വനായകനായ രാമൻ കോപിച്ചാൽ അരക്ഷണം കൊണ്ട് വിശ്വത്തെ തന്നെ സംഹരിക്കുമെന്നറിയുക. അങ്ങനെയുള്ള ജ്യേഷ്ഠൻ്റെ മുഖത്തു നിന്ന് എങ്ങനെയാണ് ഇപ്രകാരമുള്ള ഈ ദീനനാദം പുറത്തു വരുന്നത്? ഒരിക്കലും ഇപ്രകാരമുള്ള ശബ്ദം പുറത്തു വരികയില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ജാനകി, നിശ്ചയമായും ആ രാക്ഷസ ജാതിയിൽ തന്നെ ഉണ്ടായതാണ് നീയും, ആ സഹോദരൻ്റെ നാശം ആഗ്രഹിക്കുന്നവനാണ് നീയും. ഈ രാമൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ച ഭരതൻ കാരണമാണല്ലോ ഇപ്പം ഈ കാനനത്തിൽ വരേണ്ടി വന്നത്. ആ ഭരതൻ്റെ നിയോഗത്താലാണോ നീയും ഞങ്ങളുടെ കൂടെ പോകുന്നത്? രാമന് നാശം വന്നാൽ എന്നെയും കൊണ്ടങ്ങ് പോകാമല്ലോ അവൻ്റെ അടുത്തേക്ക്. ഏതായാലും നീ ഒന്നോർത്തോ, ഞാനിന്ന് എൻ്റെ പ്രാണൻ വെടിയും. ഏതിനും നിനക്ക് എന്നെ കിട്ടുകയില്ലെന്നറിയുക. ഭാര്യയെ ഗൂഢോദ്ദേശത്തോടെ നോക്കിയ നിന്നെ ആ സഹോദരനായ ശ്രീരാമൻ ശരിക്കും മനസ്സിലാക്കിയില്ല. രാമനല്ലാതെ മറ്റൊരു പുരുഷനെ രാമൻ്റെ തൃപ്പാദങ്ങളാണേ ഞാൻ സ്പർശിക്കയില്ല. ഇങ്ങനെ സീതാദേവി സത്യം ചെയ്യുകയാണ്. എന്നിട്ട് ആ സീതയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണന് സഹിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മണൻ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ, നമുക്കറിയാം ലക്ഷ്മണനോട് സുമിത്ര ഉപദേശിച്ചു വിട്ടിരിക്കുന്നത് ജ്യേഷ്ഠനെ ദശരഥനെന്നറിയുക, അതുപോലെ ഈ സീതാദേവിയെ സുമിത്ര എന്നറിയുക, അതായത് അച്ഛനും അമ്മയായിട്ട് കരുതണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു അല്പം പോലും മാറ്റം ഉണ്ടാകാതെ ആ വാക്കുകളെ പാലിക്കുന്നവനാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാൽ സഹിക്കാൻ കഴിയുമോ? ഈ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, നിനക്ക് നാശമെടുത്തിരിക്കുന്നു, അത് ഞാൻ വിചാരിച്ചാൽ തടുക്കാൻ കഴിയുകയില്ല. ചണ്ഡി എന്ന് വിളിച്ചിട്ടാണ് എഴുത്തച്ഛൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിനക്കെങ്ങനെ ഇപ്രകാരം എന്നോട് സംസാരിക്കാൻ തോന്നി? ഈ സ്ത്രീകളുടെ മനസ്സ് ക്രൂരമാണ്, കല്ലാണ്. വനദേവതമാരെ, സീതയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ശരിയാം വണ്ണം കാത്തുകൊള്ളണേ. അങ്ങനെ സീതയെ വനദേവതമാരെ ഏൽപ്പിച്ചിട്ട് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ കാണാൻ പതുക്കെ നടന്നു നീങ്ങി. ഇനി അടുത്തത് സീതാപഹരണം എന്ന ഭാഗമാണ്. ഈ സമയത്ത് അതായത് സീതയെ മോഹിച്ച് കാമബാണാതുരനായി അതായത് കാമാതുരനായി മദനബാണാന്ധനായ എന്നൊക്കെ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന ഇത്രയേ ആവുള്ളൂ. സീതയെ മോഹിച്ച് സന്യാസിയുടെ വേഷത്തിൽ ആശ്രമ കവാടത്തിലേക്ക് ഈ രാവണൻ വരികയാണ്, ഭിക്ഷുവിൻ്റെ വേഷത്തിൽ തന്നെ. ആ രാവണനെ കണ്ട സീതാദേവി ഭിക്ഷുവാണെന്ന് കരുതി നമസ്കരിച്ചിട്ട് ഫലങ്ങളും കിഴങ്ങുകളും വനവിഭവങ്ങൾ അവിടെ എന്താണോ ഉള്ളത് അതൊക്കെ കൊടുത്തിട്ട് ഭക്തിയോടെ പറയുകയാണ്, ഇതെല്ലാം ഭക്ഷിച്ച് ഇത്തിരി നേരം വിശ്രമിക്കൂ താപസശ്രേഷ്ഠ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും, അങ്ങേക്ക് എന്താണോ താല്പര്യം അതെല്ലാം ചെയ്തു തരും, വിശപ്പും ദാഹവും എല്ലാം തീർത്ത് ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. രാവണൻ അത് കേട്ട്, സുന്ദരി നീ ആരാണ് നിൻ്റെ ഭർത്താവ്? ആരാണ് നിൻ്റെ കൂടെയുള്ളത്? ദുഷ്ടജന്തുക്കളും ദുഷ്ടന്മാരുമായ ഈ രാക്ഷസന്മാരുള്ള കാട്ടിൽ സഹായത്തിന് ആയുധപാണികൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നീ എങ്ങനെ കഴിയുന്നു? നീ ആരെന്ന പരമാർത്ഥം പറഞ്ഞാൽ ഞാൻ ആരെന്നുള്ള വസ്തുതയും നിന്നോട് പറയുന്നുണ്ട്. സീത ഇത് കേട്ട് തൻ്റെ പരമാർത്ഥം പറയുകയാണ്. അയോധ്യാധിപതിയായ ദശരഥൻ്റെ മക്കളിൽ മൂത്തയാളായ ഈ രാമൻ്റെ പത്നിയാണ് ഞാൻ. എൻ്റെ പേര് സീത എന്നാണ്, ജനകജയാണ്. ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ലക്ഷ്മണനുണ്ട്. പിതാവിൻ്റെ നിയോഗമനുസരിച്ച് 14 സംവത്സരം കാനനത്തിൽ താമസിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. അത് കഴിയുമ്പോൾ മടങ്ങിപ്പോകും എന്നെല്ലാം വൃത്താന്തങ്ങളെല്ലാം ഈ രാവണനെ അറിയിക്കുകയാണ്. ഇത് കേട്ട് രാവണൻ പറയുന്നു, ഞാൻ രാക്ഷസരാജാവായ അതായത് പൗലസ്ഥ്യതനയനായ രാക്ഷസരാജാവാണ് ഞാൻ. 3 ലോകത്തിലും ഈ രാവണനെ അറിയാത്തവരായിട്ട് ആരുമില്ല. നിന്നിലുള്ള ആഗ്രഹം നിമിത്തമാണ് ഞാൻ നിന്നെ കാണാനായി വന്നത്, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മടിക്കാതെ എൻ്റെ കൂടെ വന്നാലും. ലങ്ക ദേവലോകത്തേക്കാൾ മനോഹരമാണ്. ഞാൻ ലോകസുന്ദരിയായ നിന്നെ അവിടെ ഒരു മഹാറാണിയാക്കി വാഴിക്കും. ഞാൻ നിന്നോട് കിങ്കരനായി വാഴും. ഞാൻ നിൻ്റെ കിങ്കരൻ മാത്രമാണ്. താപസവേഷം പൂണ്ട രാമനെ കൊണ്ട് നിനക്ക് എന്ത് ഫലം? ഈ കാട്ടിലിങ്ങനെ ദുഃഖിച്ച് വസിക്കേണ്ട. നീയേ ശരണം എന്ന് വിചാരിച്ചു വന്ന എന്നെ നീ സ്വീകരിച്ചാലും നിനക്കായി സകല സുഖസൗകര്യങ്ങളും ഞാൻ ലങ്കയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് അത്യന്തം ഭയത്തോടെ ജാനകി പറയുകയാണ്, ഇപ്രകാരം നീ പറയുന്നുവെങ്കിൽ നിനക്ക് മരണം അടുത്തിരിക്കുന്നു എന്ന് കരുതുക.
എൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ സഹോദരനോടുകൂടി എത്രയും വേഗം ഇവിടേക്ക് എത്തിച്ചേർന്ന് നിന്നെ വധിക്കും. ഹരിപത്നിയെ ശശത്തിന് തൊടാൻ സാധിക്കുമോ എന്ന് എഴുത്തച്ഛൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആ ഹരിപത്നി നമ്മുടെ ലക്ഷ്മി ദേവിയാണ്. ശശം എന്ന് പറഞ്ഞാൽ മുയൽ. ആ ഹരിപത്നി രണ്ട് ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ. ആ മുയലിന് ഹരിപത്നിയുമായിട്ട് എന്താണ്, ലക്ഷ്മി ദേവിയുമായിട്ട് എന്താണ് അടുപ്പം? തൊടാൻ സാധിക്കില്ല എന്നർത്ഥം. അത്രയ്ക്ക് അകലമുണ്ട് രണ്ടും തമ്മിൽ. അതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ദുരാത്മാവേ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതെ രാമബാണങ്ങളേറ്റ് മരിച്ചു വീഴാനുള്ള കാരണമാണിത് നിൻ്റെ ഈ വാക്കുകൾ. സീതയുടെ നേരെ വർദ്ധിച്ച കോപത്തോടെ നോക്കിയിട്ട് ഈ രാവണൻ സ്വന്തം രൂപം എടുക്കുകയാണ്. ആ 10 തലകളും 20 കൈകളും, അതുപോലെ ആ ഭയാനക രൂപം. രാക്ഷസനല്ലേ, 5 ശൈലത്തോളം വലിപ്പം ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട് വനദേവതന്മാരും ഭയപ്പെട്ടു. അവരെ ഏൽപ്പിച്ചിട്ടല്ലേ ലക്ഷ്മണൻ പോയിരിക്കുന്നത്. അവർ ഭയപ്പെട്ടു പോയി. പിന്നെ എങ്ങനെ രാക്ഷസനോട് എതിരിടും? അതുകൊണ്ട് ഈ സീതാദേവിയെ ഉടനെ തന്നെ തേരിലെടുത്തു വെച്ച് അതിശീഘ്രം ആകാശമാർഗത്തൂടെ പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ തേരിലെടുത്തു വെച്ചതും സീതാദേവി അലറി വിളിച്ച് കരയാൻ തുടങ്ങി. അയ്യോ, എന്നെ രക്ഷിക്കണേ, ലക്ഷ്മണ, രാമ, ഭർത്താവേ, ജഗൽപതേ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ, എന്നെ ഈ രാക്ഷസൻ കട്ടുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു. സീതയുടെ കരച്ചിൽ കേട്ട് നമ്മുടെ ജഡായു പെട്ടെന്ന് അങ്ങോട്ട് വരികയാണ്. ജഡായു ഇതുപോലെ വലിയ രൂപമാണല്ലേ. ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ തേര് തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, എൻ്റെ സ്വാമിയുടെ പത്നിയെ നീ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ച് ഒരു പർവ്വതം പോലെ പറന്നു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത്ര ക്രുദ്ധനായി വന്ന് രാവണനോട് യുദ്ധം ചെയ്യുകയാണ്. ജഡായുവിൻ്റെ ആ ചിറകടി ഒച്ചയിൽ എല്ലായിടവും പ്രക്ഷുബ്ധമായി, അതായത് ആ കാറ്റ്, ആ ചിറകടിക്കുന്ന സമയത്തുണ്ടായ ആ ഒരു മർദ്ദം കൊണ്ടുണ്ടായ ആ കാറ്റ് നിമിത്തം സമുദ്രം പോലും ഇളകി മറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. പർവ്വതങ്ങൾ കുലുങ്ങി, കാൽനഖങ്ങൾ കൊണ്ട് രാവണൻ്റെ മുഖമെല്ലാം മാന്തി കീറി. ആ അമ്പും വില്ലും എല്ലാം പൊടിയാക്കി കളഞ്ഞു ചിറകടിച്ച്. അതുപോലെ ക്ഷണം കൊണ്ട് ഈ തേര് ഓടിച്ചു കളഞ്ഞു. അതുപോലെ അശ്വങ്ങളെയെല്ലാം കൊന്നു വീഴ്ത്തി. അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ കുതിരകൾ. അതുപോലെ രാവണനും ഈ നഖങ്ങൾ കൊണ്ട് കീറി പരിക്കൊക്കെ പറ്റി യാത്ര മുടങ്ങി. തന്നെയല്ല, ഇതുപോലൊരു പക്ഷിയോടെ എതിർത്ത് തോറ്റുപോയി എന്നറിഞ്ഞപ്പോൾ, ഇത്രയും അപകടങ്ങൾ പറ്റിയെന്നറിഞ്ഞപ്പോൾ രാവണൻ്റെ കീർത്തിക്കും അല്പം മങ്ങലേറ്റു. പെട്ടെന്ന് തന്നെ ദുഃഖത്തോടെ ഈ രാവണൻ സീതയെ താഴെ ഭൂമിയിൽ നിർത്തിയിട്ട് തൻ്റെ ചന്ദ്രഹാസം എടുത്ത് ഈ പാവം പക്ഷി ജഡായുവിൻ്റെ 2 പക്ഷങ്ങളും ചിറകുകളും, അതായത് പക്ഷങ്ങൾ ചിറകുകളാണ്, 2 ചിറകുകളും അരിഞ്ഞു വീഴ്ത്തി. പാവം അത് ചിറകില്ലെങ്കിൽ പക്ഷികൾക്ക് പറക്കാൻ പറ്റുമോ? അത് താഴോട്ട് വീണു, പർവ്വതം താഴെ വീഴുന്നത് പോലെ. അങ്ങനെ മുറിവേറ്റ് രക്തം ഒലിപ്പിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷികൾക്ക് ആകാശം ബലം എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് കരച്ചിൽ ബലം, പക്ഷികൾക്ക് ആകാശം ബലം, മത്സ്യങ്ങൾക്ക് ജലം ബലം എന്ന് പറയും. അതുപോലെ ഇവിടെ ആ പക്ഷി നിലത്ത് വീണ് ഇങ്ങനെ കിടന്നപ്പോൾ സീതയ്ക്ക് കഷ്ടം തോന്നി. സീതയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ മുറിവ് പറ്റി താഴോട്ട് വീണത്. വേഗം സീത പറഞ്ഞു, ഉറ്റവരാരുമില്ലാത്ത എന്നെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ, എൻ്റെ ഭർത്താവിനെ കണ്ട് വിവരം പറയാതെ അങ്ങയുടെ ജീവൻ പോവില്ലെന്ന് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ അനുഗ്രഹത്തോടുകൂടി ഈ ഭർത്താവിൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ വരവും കാത്ത് ജഡായു അവിടെ ഇങ്ങനെ ഈ രക്തം ഒലിച്ച് അങ്ങനെ കിടന്നു. വീണ്ടും സീതയെ വേറൊരു തേരിൽ കയറ്റി രാവണൻ പോവുകയാണ്. അങ്ങനെ പോകുന്ന പോക്കിൽ വീണ്ടും സീത കരയുകയാണ്. അയ്യോ രാമ, രാഘവ, രഘുനായക, സൗമിത്രേ, ജഗന്നാഥ, ദയാനിധേ, എന്നെ ഉപേക്ഷിച്ചു പോയോ, എന്നെ ഉപേക്ഷിച്ചോ, എന്നെ രക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെ ഈ രാക്ഷസൻ കൊണ്ടുപോകുന്നു. എൻ്റെ പ്രാണവല്ലഭ, ഭൂമിദേവിയും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. പരിത്രാഹിമാം ത്രാഹിമാം ജഗൽപതേ, എന്നെ രക്ഷിക്കണേ എന്ന് വീണ്ടും കരഞ്ഞു. അപ്പോൾ ശ്രീരാമൻ വരും ഈ കരച്ചിൽ കേട്ടെന്ന് രാവണന് തോന്നുകയാണ്. കരച്ചിൽ കേട്ട് ഓടി വന്നാൽ വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് അതിവേഗം തേര് തെളിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജാനകി താഴോട്ട് നോക്കിയപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ 5 കുരങ്ങന്മാർ നിൽക്കുന്നത് കണ്ടു. അത് ബാലയും മറ്റു കുരങ്ങന്മാരുമാണത്. ഉടനെ തൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരു കഷണം കീറിയെടുത്ത് തൻ്റെ ആഭരണങ്ങളെല്ലാം അതിൽ പൊതിഞ്ഞു കെട്ടി ഇത് ശ്രീരാമചന്ദ്രൻ കാണാൻ ഇടവരണേ എന്ന് പ്രാർത്ഥിച്ച് താഴോട്ടിടുകയാണ് ഈ രാവണൻ അറിയാതെ തന്നെ. ഈ രാവണൻ സമുദ്രം കടന്ന് സീതയെയും കൊണ്ട് ലങ്കയിലെത്തുന്നു. അവിടെ അന്തഃപുരത്തിന് മധ്യഭാഗത്തായിട്ടുള്ള ആ ഉദ്യാനത്തിൽ ശംശുഭാവൃക്ഷച്ചുവട്ടിൽ രാക്ഷസ സ്ത്രീകളാൽ പരിപാലിക്കപ്പെട്ട് ആഹാരമോ അതുപോലെ പാനീയമോ കൂടാതെ മലിന വസ്ത്രമായിട്ട് ആ മലിനമായ മുടിയോടുകൂടി
മുഖം കുനിച്ച് രാമമന്ത്രം മാത്രം ജപിച്ച് തണുപ്പും ചൂടും കാറ്റും എല്ലാം സഹിച്ച് രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ ഇങ്ങനെ സീതാദേവി സങ്കടത്തോടുകൂടി ഇരിക്കുകയാണ്. ഇനി അടുത്തത് സീതാന്വേഷണമാണ്. മാരീചനെ അമ്പെയ്ത് വീഴ്ത്തിയതിന് ശേഷം തിരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി വരുന്ന ഈ ശ്രീരാമൻ കാണുന്നത് തൻ്റെ നേരെ നടന്നു വരുന്ന ലക്ഷ്മണനെയാണ്. അപ്പോൾ അവനെയും തൽക്കാലം വഞ്ചിക്കുക എന്നതാണ് അഭികാമ്യം എന്ന് ശ്രീരാമൻ വിചാരിക്കുക. വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത് രാവണൻ കൊണ്ടുപോയിരിക്കുന്നത് സീതയെയാണ്. ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രീരാമൻ ഇപ്പം മനുഷ്യനാണ്. ആ ലക്ഷ്മണൻ തൽക്കാലം ഇതൊന്നും അറിയേണ്ട. അതുകൊണ്ടാണ് തൽക്കാലം അവനെയും വഞ്ചിക്കുക എന്നതാണ് അഭികാമ്യം എന്ന് പറഞ്ഞത്. ഈ ലക്ഷ്മീദേവിയായ യഥാർത്ഥ സീതയെ മറ്റാർക്കും ലഭിക്കുമോ? ഇക്കാര്യം ലക്ഷ്മണൻ അറിയാതിരിക്കുന്നതാണ് ബുദ്ധി. അതുപോലെ പ്രാകൃതനായ മനുഷ്യനെ പോലെ അതുകൊണ്ട് ഞാനും ദുഃഖമുള്ളവനെ പോലെ നടിക്കുക തന്നെ എന്ന് സീതയെ തിരയുന്നത് പോലെ അങ്ങുമെങ്ങും നടക്കാം എന്നൊക്കെ ശ്രീരാമൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട്, സീതയെ കൊണ്ടുപോയ കാരണം കൊണ്ട് രാക്ഷസന്റെ ലങ്കയിലും എത്താം, രാവണനെയും വംശത്തോടെ വധിക്കാം. അങ്ങനെ രാവണവധത്തിന് ശേഷം അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീതയെ സത്യം ചെയ്യുന്നതായ സന്ദർഭത്തിൽ തിരികെ വീണ്ടും കൊണ്ടുവന്ന് അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ധർമ്മത്തെ പരിപാലിച്ച് രാജ്യഭരണം നടത്താം. ഈ ബ്രഹ്മാവ് പ്രാർത്ഥിക്കയാൽ സൂര്യവംശത്തിൽ മനുഷ്യനായി പിറന്ന് ഈ മായാമനുഷ്യനായ എൻ്റെ ഈ കഥയും അതുപോലെ ഈ കഥ ശ്രദ്ധയോടെ പഠിക്കുകയും കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നവന് താമസം വിനാ മുക്തി ലഭിച്ചിടുമെന്ന് ശ്രീരാമൻ അവിടെ തന്നെത്താൻ ഇങ്ങനെ പറയുകയാണ്. ആകയാൽ ഞാനും ദുഃഖം അഭിനയിക്കുക തന്നെ. നേരെ നടന്നു വരുന്ന ലക്ഷ്മണനെ നോക്കി, വർണ്ണശാലയിൽ സീതയ്ക്ക് ആര് തുണയുണ്ട്? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ജാനകി അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോന്നതെന്തിനെ എന്നൊക്കെ ഈ ശ്രീരാമൻ ചോദിക്കുകയാണ്. രാക്ഷസന്മാർ വന്ന് അവളെ കൊണ്ടുപോവുകയോ കൊന്നു ഭക്ഷിക്കുകയോ ചെയ്യില്ലേ? അവർക്ക് എന്താണ് അരുതാത്തത്? രാമൻ ചോദിച്ചത് കേട്ട് ഈ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഗദ്ഗതത്തോടെ സീത തന്നോട് പറഞ്ഞ ശകാര വാക്കുകളെല്ലാം കണ്ണുനീരോടെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആ മാരീചൻ്റെ വിലാപം കേട്ട് അത് ജ്യേഷ്ഠൻ്റെ ശബ്ദമാണെന്ന് കരുതിയാണ് എന്നെ ശകാരിച്ചത്. വേഗം ചെന്ന് ജ്യേഷ്ഠനെ രക്ഷിക്കാൻ എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത്. ഞാൻ ജ്യേഷ്ഠത്തിയോട് പറഞ്ഞു നോക്കി, ഇത്തരം ദീനശബ്ദങ്ങളൊന്നും എൻ്റെ ജ്യേഷ്ഠൻ്റെ മുഖത്തൊന്നും വരികയില്ല എന്ന്. പക്ഷേ രാക്ഷസൻ്റെ മായയാണെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠത്തി കേട്ടില്ല. കാൽക്ഷണം ക്ഷമിക്കുകയെന്ന് ഞാൻ കെഞ്ചി പറഞ്ഞു നോക്കി. പിന്നീട് എന്നോട് പറഞ്ഞ വാക്കുകളൊന്നും എനിക്ക് ജ്യേഷ്ഠനോട് പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് വീണ്ടും ലക്ഷ്മണൻ ചെവി പൊത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ വനദേവതമാരെ ഏൽപ്പിച്ച് പോരുകയായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ ലക്ഷ്മണ, നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. രാക്ഷസന്മാരുടെ മായാവചനങ്ങൾ കേട്ടാൽ ഇങ്ങനെ ശങ്കയുണ്ടാകാമോ? ഈ സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കുന്നവർ ഭോഷന്മാരാണെന്ന് നിനക്കറിയില്ലേ? സീതയെ അവര് ആ രാക്ഷസ പരീക്ഷകൾ കൊണ്ടുപോയി ഭക്ഷിച്ചു കളഞ്ഞോ എന്തോ? ഇങ്ങനെ പറഞ്ഞ് ആശ്രമത്തിൽ ചെന്നിരുന്ന് ദുഃഖം ഭാവിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ വിലപിക്കുകയാണ്. വിലപിച്ചുകൊണ്ട് സീതയെ അന്വേഷിച്ച് കാട് തോറും അലഞ്ഞു നടക്കുന്നു. കാട്ടിലുള്ള ഓരോ ജീവജാലങ്ങളോടും ഓരോ വൃക്ഷങ്ങളോടും ഓരോ ലതകളോടും ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയെ കണ്ടോ, നിങ്ങൾ കണ്ടോ എന്നിങ്ങനെ ഓരോ ജീവിയോടും ഓരോ വൃക്ഷത്തിനോടും ഓരോ ലതകളോടും ചോദിക്കുന്നുണ്ട്. അത് പേജ് 196 അങ്ങനെ ചോദിച്ച് ഇങ്ങനെ മനുഷ്യനെ പോലെ ആ ജഗദീശ്വരൻ കരഞ്ഞുകൊണ്ട് നടക്കുന്നിടത്താണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പരമാത്മസ്വരൂപമാണ് ഇങ്ങനെ വിലപിക്കുന്നത്. എന്തൊരു മായ അല്ലേ? അങ്ങനെ ആ ശ്രീരാമൻ്റെയും സീതയുടെയും ഈ അവസ്ഥ അസഹനീയം തന്നെ. നമുക്ക് ഭഗവാനും ദേവിയുമാണെന്ന് അറിയാമെങ്കിൽ പോലും അവരുടെ ആ വിരഹം നമുക്കും അസഹനീയം തന്നെ. നാളെ എന്താകുമെന്ന് അറിയാൻ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. നമുക്ക് 16-ാം ദിവസം ആയ നാളെ ബാക്കി ജഡായുഗതിയും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കേൾക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.